ഫ്രണ്ട്സ്, ഒലിവർ ടെസ്റ്റ് അവസാനത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ശുഭപര്യവസാനിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ ലക്ഷ്യം ഒരു കഥ ആസ്വദിക്കുക പ്ലസ് കുറേ പദങ്ങൾ പഠിക്കും അല്ലേ. ഞങ്ങൾക്കത് ഉപകാരപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫാഗിനെ ഇപ്പോൾ ജയിലിട്ടിരിക്കുകയാണ്. ജയിലിൽ ഫാഗിനെ കാണാൻ വേണ്ടിയിട്ട് ഒലിവർ ട്വിസ്റ്റും മിസ്റ്റർ ബ്രൗണും കൂടെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അയാൾ ഇപ്പോൾ മരണം കാത്തു നിൽക്കുകയാണെങ്കിലും അയാളുടെ ധാർഷ്ട്യത്തിനൊരു കുറവില്ല. അപ്പോൾ ഒലിവറിനോട് അവസാനം എവിടെയാണ് ആ പേപ്പേഴ്സ്, കുറച്ച് പേപ്പേഴ്സ് ഫാഗിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഈ അവസരത്തിലെങ്കിലും പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയണം, ഓക്കെ, ഐ വിൽ ടെൽ യു ഒലിവർ സെഡ് ഫാഗിൻ. ഫാഗിൻ പറഞ്ഞു, കം ഹിയർ, അടുത്തേക്ക് വരൂ. ഹി വിസ്പേർഡ് ടു ഹിം. അയാൾ അവരോട് മന്ത്രിച്ചു. ദെയർ ഇൻ എ ബാഗ്, അതൊരു ബാഗിലാണ്. അപ്പ് ദ ചിമ്മിനിക്ക് മുകളിൽ. ഇൻ ഫ്രണ്ട് റൂം, മുൻവശത്തെ മുറിയിൽ. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൗസ്, അതായത് വീടിൻ്റെ മുകളിൽ. ബട്ട് ഐ വോണ്ട് ടു ടോക്ക് ടു യു, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം. മൈ ഡിയർ, പ്രിയപ്പെട്ടവനെ. യെസ് സെഡ് ഒലിവർ. ഒലിവർ പറഞ്ഞു, ഓക്കെ, സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. വിൽ യു പ്രേ വിത്ത് മീ? ഒലിവർ ഒരു റിക്വസ്റ്റ്, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ഒലിവറിന് അയാളുടെ സഹതാപമുണ്ട്, പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഔട്ട്സൈഡ്, പുറത്ത് സെഡ് ഫാഗിൻ. ഫാഗിൻ പറഞ്ഞു, പുഷിങ് ദ ബോയ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അയാളുടെ മുന്നിൽ നിന്ന് ആ കുട്ടിയെ തള്ളിക്കൊണ്ട് ടുവേർഡ്സ് ദ ഡോറിൻ്റെ അടുത്തേക്ക്. സേ ഹാവ് ഗോൺ ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ പോകണം. ദേ വിൽ ബിലീവ് യു. യു ക്യാൻ ടേക്ക് മീ ഔട്ട് വിത്ത് യു വെൻ യു ഗോ. പെട്ടെന്ന് അയാൾ എന്തൊക്കെയോ പെറുപെറുക്കായിരിക്കും. ദേ വിൽ ബിലീവ്, അവരെന്നെ വിശ്വസിക്കും. യു ക്യാൻ ടേക്ക് മീ വിത്ത് യു വെൻ യു ഗോ. നീ പോകുമ്പോൾ നിൻ്റെ കൂടെ എന്നെയും കൊണ്ടുപോകാം. അപ്പോൾ അയാൾ അവസാനത്തെ എന്തൊക്കെയോ അവസ്ഥയിലാണ്. ദ ഓൾഡ് മാൻസ് ഐസ് ഷോൺ വിത്ത് എ മാഡ് ലൈറ്റ്. ആ പ്രായമുള്ള മനുഷ്യൻ്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി. വിത്ത് എ മാഡ് ലൈറ്റ്, ഭ്രാന്തമായൊരു വെളിച്ചം കൊണ്ട്. ഇറ്റ്സ് നോ സെഡ് മിസ്റ്റർ ബ്രൗൺലോ. ഇറ്റ്സ് നോ, ഇല്ല, നോട്ട് ഗുഡ്, അത് ശരിയല്ല. സെഡ് മിസ്റ്റർ ബ്രൗൺലോ. ബ്രൗൺലോ പറഞ്ഞു, ടേക്കിംഗ് ഒലിവേഴ്സ് ഹാൻഡ്. ഒലിവറിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട്. ഹി ഈസ് ഗോൺ ടു ഫാർ. അയാൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആൻഡ് വി ക്യാൻ നെവർ റീച്ച് ഹിം നൗ. അയാൾ ഇനി ഒരിക്കലും നമുക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അയാൾ ഈ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അയാൾ ഇനി ഒരിക്കലും നമുക്ക് അയക്കെടുത്താൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ബ്രൗൺലോ പറഞ്ഞുകൊണ്ട് ഒലിവറിൻ്റെ കൈ പിടിച്ച് പോയി. ഫാഗിനെ അങ്ങനെ കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അല്ലേ. അത് പോലീസ് നിയമമൊക്കെ അയാളുടെ ഒരു അവസാനത്തെ ഒരു ശ്രമമാണ്. എന്തൊക്കെയോ പിറുപിറുക്കുക. ദ സെൽ ഡോർ ഓപ്പൺഡ്. സെല്ലെന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ ഡോർ തുറന്നു. ആൻഡ് ആസ് ദ വിസിറ്റേഴ്സ് ലെഫ്റ്റ് വിസിറ്റേഴ്സ് സന്ദർശകർ പോയി കഴിഞ്ഞപ്പോൾ ഫാഗിൻ സ്റ്റാർട്ടഡ് സ്ട്രഗ്ലിങ് ആൻഡ് ഫൈറ്റിംഗ്. ഫാഗിൻ പ്രയാസപ്പെടാൻ തുടങ്ങി. ആൻഡ് ഫൈറ്റിംഗ്, അടിപിടി കൂടാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. വിത്ത് ഹിസ് ഗാഡ്സ്, അയാളുടെ ഗാഡ്സുമായിട്ട്. ഗാഡ്സിന് അയാൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡുകളുണ്ടാവുമല്ലോ ജയിലല്ലേ, അവരായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. സ്ക്രീമിങ് സോ ലൗഡ്ലി, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട്. ദാറ്റ് ദ പ്രിസൺ വാൾസ് റാങ് വിത്ത് എ സൗണ്ട്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ, അതായത് സോ ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ. ദാറ്റ് ദ പ്രിസൺ, ജയിലിൻ്റെ വാൾസ് എന്ന് പറഞ്ഞാൽ മതിലുകൾ. റാങ്, ഇങ്ങനെ പ്രകമ്പനം കൊണ്ടുവന്നു, അതായത് ഇങ്ങനെ ബെല്ലടിക്കുന്ന പോലെ. വിത്ത് എ സൗണ്ട്, ആ ശബ്ദം കൊണ്ട്. They left the prison building in the grey light of dawn. They left the prison. അവർ ആ ജയിലിൽ നിന്ന് വിട്ടു. prison building നിന്ന് വിട്ടു. ഇൻ ദ ഗ്രേ ലൈറ്റ്, അരണ്ട വെളിച്ചത്തിൽ. ഓഫ് ഡോൺ, പ്രഭാതത്തിൻ്റെ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ. ഡിക്ഷണറി. The first appearance of light in the sky. പ്രഭാതം. ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്, പുറത്ത് തെരുവിൽ. ഹ്യൂജ് ക്രൗഡ്സ്, വലിയ ജനക്കൂട്ടം. വേർ ആൾറെഡി ഗ്യാതറിങ്, അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോക്കിംഗ് ആൻഡ് ലോഫിങ്,
തമാശ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട്. ആൻഡ് പുഷിങ് ടു ഗെറ്റ് ദ ബെസ്റ്റ് പ്ലേസസ്. എന്നിട്ട് അവരങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ടു ഗെറ്റ് ദ ബെസ്റ്റ് പ്ലേസസ്, നല്ല സ്ഥലം കിട്ടാൻ വേണ്ടി. നിയർ ദ ഗ്രേറ്റ് ബ്ലാക്ക് പ്ലാറ്റ്ഫോം, അതായത് ഒരു വലിയ കറുത്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത്. വേർ ദ റോപ്പ് ഹാങ് ആൾറെഡി, അവിടെ ആൾറെഡി ഒരു കയറ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ ഇറ്റ്സ് മോർണിംഗ് വർക്ക്, അതിൻ്റെ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഫാഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലെസ് ദാൻ 3 months ലേറ്റർ, 3 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ അവിടെ പിന്നീട് എന്താ സംഭവിച്ചെന്ന് പറയുന്നില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് ഊഹിക്കാം. ലെസ് ദാൻ 3 months ലേറ്റർ, ഇത് കുറവാണ്. അതായത് 3 മാസങ്ങൾക്കുള്ളിലായിട്ട് റോസ് മാരീഡ് ഹാരി മേരി. റോസ് കല്യാണം കഴിച്ചു ഹാരി മേലിനെ കല്യാണം കഴിച്ചു. ഫോർ ഹെർ സേക്ക്, അവൾക്ക് വേണ്ടിയിട്ട്. ഹാരി ഹാഡ് അബാൻഡൻഡ് ഹിസ് പൊളിറ്റിക്കൽ അംബിഷൻസ്. ഹാരി ഉപേക്ഷിച്ചു, അബാൻഡൻഡ് ഹിസ് പൊളിറ്റിക്കൽ അംബിഷൻസ്, അയാളുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ. ആൻഡ് ഹാഡ് ബിക്കം എ സിമ്പിൾ മാൻ ഓഫ് ചർച്ച്. അയാളൊരു സിമ്പിൾ സാധാരണ മനുഷ്യനായി ഓഫ് ദ ചർച്ചിൽ. ദർ വാസ് നോ ലോങ്ങർ എനി മിസ്റ്ററി അബൌട്ട് റോസ് ബർത്ത്. ഇനി മുതലില്ല എനി മിസ്റ്ററി, ഒരു നിഗൂഢതയും അബൌട്ട് റോസ് ബർത്ത്, റോസിൻ്റെ ജന്മത്തിന് സംബന്ധിയായിട്ടുള്ള. ബട്ട് ഈവൺ ഇഫ് ദർ ഹാഡ് ബീൻ, ഇനി അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹാരി വുഡ് നോട്ട് ഹാവ് കെയർഡ്. ഹാരി അതൊരിക്കലും അതൊരു വിഷയമാക്കാൻ പോകുന്നില്ല. ദേ ലിവ്ഡ് നെക്സ്റ്റ് ദ ചർച്ച്. അവർ ആ ചർച്ചിൻ്റെ അടുത്ത് തന്നെ താമസിച്ചു. ഇൻ എ പീസ്ഫുൾ വില്ലേജ്, വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ. മിസ്സിസ് മെയ്ലി വെൻറ്റ് ടു ലീവ് വിത്ത് ദം. മിസ്സിസ് മെയ്ലിയും അവരുടെ കൂടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ആൻഡ് സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ്, അവളുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്വൈറ്റ് കണ്ടൻമെൻറ്റ്, വളരെ സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ. പിന്നെ മിസ്റ്റർ ബ്രൗൺലോ അഡോപ്റ്റഡ് ഒലിവർ ആസ് ഹിസ് സൺ. മിസ്റ്റർ ബ്രൗൺലോ അഡോപ്റ്റഡ്, ദത്തെടുത്തു ഒലിവറിനെ ആസ് ഹിസ് സൺ, അയാളുടെ മകനായിക്കൊണ്ട്. ദേ മൂവ്ഡ് ടു ഹൗസ്, അവരൊരു വീട്ടിലേക്ക് നീങ്ങുന്ന സെയിം ക്വൈറ്റ് വില്ലേജ്, അതേ ശാന്തമായിട്ട് ഗ്രാമത്തിൽ. ആൻഡ് വേർ ജസ്റ്റ് ആസ് ഹാപ്പി, അവരും സന്തോഷപൂർവ്വം തന്നെ ആയിരുന്നു. ആൻഡ് ഡോക്ടർ ലെസ്ബേൺ ഡിസ്കവേർഡ് സഡൻലി ദാറ്റ് ദ എയർ ഇൻ ചെർസ്റ്റി ഡിഡ് നോട്ട് സ്യൂട്ട് ഹിം. ബേണിന് പെട്ടെന്ന് തോന്നി, അയാൾക്ക് അങ്ങനെയാണ്, മൂഡ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അല്ലേ. സഡൻലി ദാറ്റ് ദ എയർ ഇൻ ദ ചെർസ്റ്റി, ആ സ്ഥലമാണ് ചെർസ്റ്റിയിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വായു ഡിഡ് നോട്ട് സ്യൂട്ട് ഹിം, അയാൾക്ക് യോജിച്ചതല്ല. ഇൻ ലെസ് ദാൻ 3 months, 3 monthsiനുള്ളിൽ 2 അയാളും ഹാഡ് മൂവ്ഡ്, അയാൾ അവിടെ നീങ്ങി ടു എ കോട്ടേജ്, ഒരു ഗ്രാമത്തിലേക്ക്. ജസ്റ്റ് ഔട്ട്സൈഡ് ദ വില്ലേജ്, അതേ ഗ്രാമത്തിൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡ് വില്ലേജ്, ആ വില്ലേജിൻ്റെ പുറത്ത്. വേർ ഹി ടുക്ക് അപ്പ് ഗാർഡനിങ് ആൻഡ് ഫിഷിങ്, വേർ ഹി ടുക്ക് ഗാർഡനിങ്, അത് പൂന്തോട്ടം ഉണ്ടാക്കാൻ, ഫിഷിങ്, മീൻ പിടിക്കുക, വിത്ത് ഗ്രേറ്റ് എനർജി, വളരെയധികം ഊർജ്ജത്തോടു കൂടി, എന്തൂസിയാസം, ഉത്സാഹത്തോടു കൂടി. മിസ്റ്റർ ബ്രൗൺലോ സജസ്റ്റ് ചെയ്ത് നിർദ്ദേശിച്ചു ദാറ്റ് ഹാഫ് ദ റിമൈനിങ് മണി, പകുതി പൈസ ഫ്രം ദ വിൽ, ആ ഒരു സമ്മതപത്രം ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ, ഷുഡ് ബി ഗിവൺ ടു മോങ്സ്, അത് മോങ്സിന് കൊടുക്കണം. ആൻഡ് ദ അതർ ഹാഫ് ടു ഒലിവർ, ബാക്കി പകുതി ഒലിവറിന്. ആൾദോ ബൈ ലോ, എന്നിരുന്നാൽ അത് നിയമപ്രകാരം ഇറ്റ് ഷുഡ് ഹാവ് ആൾ ഗോൺ ടു ഒലിവർ അലോൺ, അത് മുഴുവനും ഒലിവറിന് തന്നെ പോകേണ്ടതാണ്. ഒലിവർ വാസ് ഗ്ലാഡ് ടു ആക്സെപ്റ്റ് ദ സജഷൻ. ഒലിവർ വളരെ സന്തുഷ്ടനായിരുന്നു, ടു ആക്സെപ്റ്റ്, അംഗീകരിക്കേണ്ട സജഷൻ, ആ നിർദ്ദേശം. മോങ്സ് വെൻറ്റ് ഓഫ് വിത്ത് മണി ദ അതർ സൈഡ് ഓഫ് ദ വേൾഡ്. മോങ്സ് ആ പൈസയും കൊണ്ട് വെൻറ്റ് ഓഫ്, പോയി, വിത്ത് ഹിസ് മണി, ആ പണവുമായിട്ട്, ടു ദ അതർ സൈഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്. വേർ ഹി സ്പെൻഡ് ഇറ്റ് ക്വിക്ക്ലി, അത് അയാൾ മുഴുവൻ പെട്ടെന്ന് തന്നെ ചിലവഴിച്ചു. ആൻഡ് വാസ് സൂൺ ഇൻ പ്രിസൺ, മാത്രമല്ല ഉടനെ തന്നെ അയാൾ ജയിലുമായി. ഫോർ അനദർ ആക്ട് ഓഫ് ഫ്രോഡ്, വേറൊരു തരികിട, ഫ്രോഡ് എന്ന് പറഞ്ഞ തരികിട, വേറൊരു തരികിടക്ക് അയാളെ ജയിലിൽ പിടിച്ചിട്ടു. ഇൻ പ്രിസൺ ഹി ബിക്കെയിം ഇൽ ആൻഡ് ഡൈഡ്, ജയിലിൽ ആൾ രോഗിയായി മരിച്ചു. ദ റിമൈനിങ് മെമ്പേഴ്സ് ഓഫ് ഫാഗിൻസ് ഗാങ്, മറ്റു മെമ്പർമാർ, ഫാഗിൻ്റെ ഗാങ്ങിലെ മറ്റു ഡൈഡ് ഇൻ എ സിമിലർ വേസ്, അതുപോലെ തന്നെ മരിച്ചു. ഇൻ അനദർ ഡിസ്റ്റൻറ്റ് കൺട്രീസ്,
മറ്റ് ചില രാജ്യങ്ങളിലായിട്ട് ആൾ എക്സെപ്റ്റ് ചാർലി ബേറ്റ്സ് ഒഴികെ ഹു ടേൺഡ് ഹിസ് ബാക്ക് ഓൺ ഹിസ് പാസ്റ്റ് ലൈഫ് ഓഫ് ക്രൈം ആൻഡ് ലിവ്ഡ് ഹോണസ്റ്റി ആസ് എ ഫാർമർ. ആൾ എക്സെപ്റ്റ് ചാർലി ബേറ്റ്സ് മാത്രം അങ്ങനെ ആയില്ല. ഹു ടേൺഡ് ഹിസ് ബാക്ക്, അയാൾ പിന്തിരിഞ്ഞു, ഓൺ ഹിസ് പാസ്റ്റ്, അയാളുടെ ഭൂതകാലത്തിൽ നിന്ന്, പാസ്റ്റ് ലൈഫിൽ നിന്നും, ഓഫ് ക്രൈം, കുറ്റകൃത്യങ്ങൾ, ആൻഡ് ലിവ്ഡ് ഹോണസ്റ്റ്ലി, സന്തുഷ്ടമായി ജീവിച്ചു, ആസ് എ ഫാർമർ, ഒരു കർഷകനായിക്കൊണ്ട്. നാഹാ ക്ലൈപ്പോൾ വാസ് ഗിവൺ എ ഫ്രീ പാർഡൻ. നാഹാ ക്ലൈപ്പോൾക്ക് ഒരു ഫ്രീ പാർഡൻ, ഒരു മാപ്പസാക്ഷിയാക്കി. അത് ഫോർ ടെല്ലിങ് ദ പോലീസ് അബൌട്ട് ഫാഗിൻ. ഫോർ ടെല്ലിങ്, പറഞ്ഞു കൊടുത്തതിന്, ദ പോലീസിനെ അബൌട്ട് ഫാഗിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിന്. ഹി സൂൺ ബിക്കെയിം എംപ്ലോയിഡ്, അയാൾക്കുടനെ തന്നെ ജോലി കിട്ടി, ആസ് എൻ ഇൻഫോമർ, ഒരു ഇൻഫോമർ, അതായത് വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ആളായിട്ട്, ഫോർ പോലീസ്. നോഹാ ക്ലൈപ്പോളിനെ പോലീസിലെടുത്തു, അതായത് ചോർത്തി കൊടുക്കുക, കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക. സ്പൈയിങ് ഓൺ പീപ്പിൾ, ആളുകളെ ചാരപ്പണി നടത്താം. ആൻഡ് ടെല്ലിങ് ദ പോലീസിൽ പറഞ്ഞു കൊടുക്കുക അബൌട്ട് എനി വൺ, ആരെങ്കിലും കുറിച്ച് ഹു ഹാഡ് ബ്രോക്കൺ ദ ലോ, ആരെങ്കിലും നിയമം തെറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ ജോലി കിട്ടിയാർക്ക്, നോഹാ ക്ലൈപ്പോൾക്ക്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബംബിൾ ലോസ്റ്റ് ദെയർ ജോബ്സ്. മിസ്റ്ററും മിസ്സിസ് ബംബിളിനും അവരുടെ ജോലി നഷ്ടമായി. ആൻഡ് ബിക്കെയിം പുവർ, വളരെ പാവപ്പെട്ടവരായി, ആൻഡ് പുവർ, വീണ്ടും പാവപ്പെട്ടവരായി, ഈവൻച്വലി, അങ്ങനെ ക്രമേണ ലിവിങ് ഇൻ പോവർട്ടി, വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സെയിം വർക്ക് ഹൗസ്, അതേ വർക്ക് ഹൗസ് തന്നെ, ദാറ്റ് ദേ ഹാഡ് വൺസ് മാനേജ്, അവർ ഒരു കാലത്ത് മാനേജ് ചെയ്തിരുന്ന സെയിം വർക്ക് ഹൗസിൽ അവർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദാറ്റ് ക്വൈറ്റ് കൺട്രി വില്ലേജ്, ആ വളരെ ശാന്തമായ രാജ്യത്തിലെ ആ ഗ്രാമത്തിൽ, ദ ഇയേഴ്സ് പാസ്ഡ് പീസ്ഫുള്ളി, വളരെ ശാന്തമായിട്ട് തന്നെ വർഷങ്ങൾ കടന്നുപോയി. മിസ്റ്റർ ബ്രൗൺലോ filled the mind of his adopted son. മിസ്റ്റർ ബ്രൗൺലോ നിറച്ചു ദ മൈൻഡ് ഓഫ് ഹിസ് അഡോപ്റ്റഡ് സൺ, അയാൾ ദത്തെടുത്തിട്ടുള്ള അയാളുടെ മകനെ, വിത്ത് നോളജ്, അറിവ് കൊണ്ട്. ആൻഡ് ആസ് ഹി വാച്ച് ദ ബോയ്, ആളങ്ങനെ വാച്ച് ചെയ്തപ്പോൾ, അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ, വളരുന്നത് നിരീക്ഷിച്ചപ്പോൾ, ഹി വാസ് റിമൈൻഡഡ് മോർ ആൻഡ് മോർ ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. അയാൾക്ക് ഓർമ്മ വന്നു, മോർ ആൻഡ് മോർ, കൂടുതൽ ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്, അയാളുടെ പഴയ സുഹൃത്തിൻ്റെ, അല്ലെ, പഴയ സുഹൃത്തിൻ്റെ മകനാണല്ലോ, അല്ലെ, ഒലിവറിൻ്റെ ഫാദർ. ആൻഡ് ടു ഓർഫൻസ്, രണ്ട് അനാഥർ, റോസ് ആൻഡ് ഒലിവർ. റോസും ഒലിവറും ലെഡ് ലൈവ്സ്, ദേ വെർ ട്രൂലി ഹാപ്പി. അവരുടെ ജീവിതം നയിച്ചു, ദാറ്റ് വെർ ട്രൂലി ഹാപ്പി, അവർ വളരെ സന്തുഷ്ടമായിട്ട്. ദ ഹാർഡ്ഷിപ്പ് ദാറ്റ് ദേ ഹാഡ് വൺസ് സഫേർഡ്, കാഠിന്യങ്ങൾ, ഹാർഡ്ഷിപ്സ് ദാറ്റ് ദേ ഹാഡ് വൺസ് സഫേർഡ്, ഒരിക്കൽ അനുഭവിച്ച കാഠിന്യങ്ങൾ, ഹാഡ് ലെഫ്റ്റ്, ഒന്നും തന്നെ അവശേഷിപ്പിച്ചില്ല. നോ ബിറ്റർനെസ്, യാതൊരുവിധ കൈപ്പേറിയ അനുഭവങ്ങൾ. ഇൻ ദെയർ ജെൻറ്റിൽ സോൾസ്, അവരുടെ വളരെയധികം നിർമ്മലമായ അവരുടെ ആത്മാവിൽ. ആൻഡ് ഓൾ ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതങ്ങളെല്ലാം, ദേ ഷോഡ്, അവർ കാണിച്ചു, ദ മേഴ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദയാവായ്പ്. ആൻഡ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞാലും ദയനെ. മേഴ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരുണ്യവും ദയാവായ്പും. ടു അതേഴ്സ്, മറ്റുള്ളവരോട്. ദാറ്റ് ഗോഡ് ഹിംസെൽഫ് ഷോസ് ടു ഓൾ തിങ്സ് ദാറ്റ് ബ്രീത്ത്, അത് ദൈവം തന്നെ കാണിക്കുന്ന പോലെ. ഷോസ് ടു ഓൾ തിങ്സ്, എല്ലാ ജീവജാലങ്ങളും, ദാറ്റ് ബ്രീത്ത്, ശ്വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ദൈവം കാണിക്കുന്നത് പോലെ തന്നെ അവരും എല്ലാവരോടും കരുണയും ദയാവായ്പും കാണിച്ചു. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മദർ എനിക്ക് പണ്ട് വായിച്ചു തന്നൊരു സ്റ്റോറിയായിരുന്നു. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തന്നിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ഓൾ യുവർ കോപ്പറേഷൻ. നിങ്ങൾ എന്നോടൊപ്പം ഇത്രയും യാത്ര ചെയ്തതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. നമുക്ക് ഇനിയും പല മേഖലകളിൽ ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനിയും ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെയ്യുന്നത്. മാത്രമല്ല, ഓച്ച് റൊമാൻസ് അക്കാഡമി എന്നുണ്ട്. അതൊരു ട്രെയിനറുടെ കീഴിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായ രീതിയിൽ 4 മാസം കൊണ്ട് വിത്ത് മോട്ടിവേഷൻ, ഡെയിലി മോട്ടിവേഷൻ. പിന്നെ 10x പവർ എന്നിട്ട് വേറൊരു പ്രോഗ്രാമുണ്ട്. അതെൻ്റെ ജീവിതം തന്നെ ഞാൻ 100-ലധികം വീഡിയോസിൽ, 120 വീഡിയോസിൽ അതിൽ NLP,
മോട്ടിവേഷൻ, സൈക്കോളജി, പിന്നെ മെഡിറ്റേഷൻ, യോഗ, അതായത് മനുഷ്യകുലം ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ നമ്മുടെ ലൈഫ് നമ്മുടെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേക്കുറിച്ചുള്ള അറിവുകൾ ഞാൻ 1000-ലധികം പുസ്തകങ്ങളിൽ നിന്ന് കേന്ദ്രീകരിച്ച അറിവുകൾ ഞാൻ അതിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് തീർച്ചയായും അത് സഹായിക്കാവും. നിങ്ങൾക്ക് 10 ഇരട്ടി ശക്തി തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഞാനതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, കാരണം ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള ഞാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ അതേ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് സാധ്യമാണ്. സോ വിൽ സീ യു ഇൻ സം അതർ കോണ്ടെക്സ്റ്റ്. സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഈ നോവൽസ് പറഞ്ഞു തരുന്ന നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ. സോ താങ്ക് യു മൈ ഫ്രണ്ട്സ്, താങ്ക് യു. ബൈ ഫോർ നൗ.